പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് സ്നേഹവന്ദനം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ അവലംബിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്ന അളിച്ചത് കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ആശംസിച്ച സമാധാനം കർത്താവെ, സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവരിലേക്ക് അനുഭവിക്കുന്ന അളിച്ചത് കർത്താവെ, ഈ സമാധാനം എല്ലാവരും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ആശങ്കകളാൽ, രോഗങ്ങളാൽ, രോഗക്ലേശങ്ങളാൽ, രോഗഭാരങ്ങളാൽ, സാമ്പത്തിക കടങ്ങളാൽ, കുടുംബത്തിൻ്റെ ഭാഗങ്ങളാൽ, കേസുകളാൽ, അന്യായങ്ങളാൽ, വസ്തുവകൾ തർക്കങ്ങളാൽ, ജപ്തി നടപടികളാൽ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകളാൽ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനകളാൽ ഞെരിപിരി കൊള്ളുന്നവർ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവരമേ തളിക്കപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്നു. എങ്ങനെ 10 പൈസ എവിടുന്ന് കിട്ടുമെന്നറിയാതെ നട്ടം തിരിയുന്നവരുണ്ട് കർത്താവെ, അവരെല്ലാം സന്ധിക്കണമേ. അവർക്ക് പുതിയ മാർഗം കാണിച്ചു കൊടുക്കണമേ. അവരുടെ ഉദ്യമങ്ങളെ നീ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവ്, വിവാഹം ഒത്തുവരുന്ന വിവാഹം നടത്തിയെടുക്കാൻ പണമില്ലാത്തവർ, ബന്ധുക്കളെ സ്വന്തപ്പെട്ട് സഹായിക്കാത്തവർ. ഒരു പെൺകുഞ്ഞിനോട് പറഞ്ഞു, അപ്പനും അമ്മയും ഡൈവേഴ്സിലാണ് അച്ഛാ, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല, എന്നെ കെട്ടിച്ചു കൊടുക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ കുറേ നേരം ആൾക്കാരെ അത് കേട്ടിരുന്നുകൊണ്ട് വിഷമത്തോടെ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ്, അങ്ങനെയുള്ള പെൺകുഞ്ഞുങ്ങൾ അവൾ മാത്രമല്ല, എത്രയോ പേരുണ്ട് ഈശോയെ. അവരെല്ലാം ഇന്ന് സന്ധിക്കണം. ഈ കുരിശ് ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കണത് അവർക്ക് വേണ്ടി കൂടിയാണ് അമ്മേ. ഇന്നോടുകൂടി ഇന്ന് 3 മണിക്കുള്ളിൽ അതിന് തീരുമാനം ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവരാജ്യത്തിലെ വലിയവരുണ്ട്, ചെറിയവരുണ്ടെന്നൊക്കെ പറയത്തില്ലേ? മത്തായിയുടെ സുവിശേഷം 5:19 ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. സ്വർഗരാജ്യത്തിലെ
ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. എപ്പോഴും. പക്ഷെ ഒരു പ്രശ്നം, പഠിപ്പിക്കുന്നവന് അതനുസരിച്ചിരിക്കണവൻ. അതാണ് എൻ്റെ അകത്ത് വരുന്ന വെല്ലുവിളി, അതാണ് ചാലഞ്ച്. അതാണ് സ്വർഗരാജ്യത്തെ വലിയവനെന്ന് പറയുമ്പോൾ അയാളത് അനുസരിക്കുകയും ചെയ്യും, അനുസരിക്കണത് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ തന്നെ ദൈവരാജ്യം പറഞ്ഞ അപ്പോൾ സിംഗിൾ സ്റ്റാർ വന്ന്, ഡബിൾ സ്റ്റാർ വന്ന്, ട്രിപ്പിൾ സ്റ്റാർ വന്ന്, കണ്ടില്ലേ? അപ്പോൾ ഇത് ഈ സ്റ്റാർ കയറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരേ പോയിന്റ് തന്നെയാണ്. എന്താ കാര്യം? ഇങ്ങനെ ഓരോരോ ജീവിതത്തിൽ, ഇപ്പോൾ കുടുംബത്തിൽ, ചിലപ്പോൾ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തകർച്ച ഉണ്ടാകാം. നമുക്ക് തകർച്ച ഉണ്ടായോ ഉയർച്ച ഉണ്ടായോ എന്നതല്ല പ്രശ്നം. ചിലപ്പോൾ പൊതുജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് കുടുംബത്തിൽ തകർച്ച ഉണ്ടാകും. തകർച്ച ഉണ്ടായാലും ഉയർച്ച ഉണ്ടായാലും നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ദൈവകൃപ ആർജിക്കാൻ വേണ്ടി നമ്മളെങ്ങനെ അതിനെ സമീപിക്കുന്നു. ലൂക്ക 10:26 വായിച്ചേ. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അതാ പ്രശ്നം. നിയമത്തിൽ എന്ത് എഴുതിയാലും നീ എങ്ങനെ അതിനെ സമീപിക്കുന്നു? നിനക്കത് എങ്ങനെയാണ് നീ അതിനെ അഭിമുഖീകരിക്കുന്നത്? നീ എങ്ങനെയാണ് അതിനെ കൈകാര്യം സമീപിക്കുന്നത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ഇപ്പം നമുക്ക് പൊതുജീവിതത്തിൽ ചിലപ്പോൾ തകർച്ച ഉണ്ടാകാം, കുടുംബത്തിൽ വിജയം ഉണ്ടാകാം. ചിലപ്പോൾ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകാം, പൊതുജീവിതത്തിൽ വിജയം ഉണ്ടാകാം. പക്ഷെ നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെ എടുക്കുന്നു? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അത് എങ്ങനെ വായിക്കുന്നു പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, ആ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? എന്താണ് അത്? എന്തായാലും കർത്താവിനെ, യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി അത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷ വിഹിതമായ ഒരു സമീപനം എന്ന് പറയുന്നത്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇത് ഈ രണ്ടാമത് ഓപ്പറേറ്റ് ചെയ്തിട്ടും അവൻ്റെ കൈയുടെ സ്വാധീനം പോയല്ലോ. അതെന്താ സംഭവിച്ചാൽ എന്നിട്ട് കർത്താവ് മനഃപൂർവ്വം ഇവന് സ്വാധീനം വെച്ച് കൊടുത്തതാണ്, ഇവൻ നനച്ചറിയാത്ത സമയത്ത്. ഇതാണ് മെറിറ്റല്ല, ഗ്രേസാണിത്. നോട്ട് ബൈ മെറിറ്റ്. വൈദ്യശാസ്ത്രപരമായിട്ട് മെറിറ്റില്ല. കൈക്ക് രണ്ടാം റോഡിട്ടപ്പോൾ സ്വാധീനം പോയി. പക്ഷെ പിന്നെ എന്താ വർക്ക് ചെയ്തിരിക്കണത്? ഇവൻ എന്നിട്ടും വിശ്വാസത്തിന് പിടിവിടാതെ നിൽക്കുകയാണ്. ഒരു പക്ഷേ ഈ കാലത്ത് ഏറ്റവും നല്ല ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങൾ ഒന്നാണത്. കാര്യം എന്താണ്? വേദനയുടെ കാലത്തും പിടിവിടാതെ, വിശ്വാസത്തിൽ പിടിവിടാതെ നിൽക്കുന്നത്. ഇത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മൾ അവിശ്വസ്തരായാൽ പോലും ദൈവം വിശ്വസ്തനായിരിക്കും. അതുകൊണ്ട് നിൻ്റെ ഉടമ്പടിയിൽ എപ്പോഴായാലും നിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടായിരിക്കും. പക്ഷേ അച്ഛൻ്റെ അഭിപ്രായം നിങ്ങളായിട്ട് പിടിവിടരുത്. ഇത്തിരി മോശമൊക്കെ സംഭവിച്ചാലും
കാര്യം ദൈവം മെരിറ്ററിൽ നിന്ന് മാറ്റണതാണ്. മെരിറ്ററിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തിൻ്റെത് മാത്രമാക്കി ഗ്രേസിലേക്ക് വരികയാണ്. അതെന്താ അങ്ങനെ പറയണമെന്നറിയാവോ? ഒരു രസകരമായ സംഭവം ബൈബിളിലുണ്ട്. അതായത് നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷമാണ് 21-ാം അധ്യായം 7 തൊട്ട് വായിച്ച മോനെ. യോഹന്നാൻ 21:7. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം എടുത്തു ധരിച്ചുകൊണ്ട് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയം വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അടുത്തത്, അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ദിസ് ഈസ് आवर പോയിന്റ്. അത് എത്രാം വചനമാണ്? 9. 21:9. കരക്കിറങ്ങിയപ്പോൾ ഇവരെ കണ്ട കാഴ്ച എന്താണ്? മീൻ കനല് കൂട്ടിയിരിക്കണതും അതുമേലൊരു എന്താ വെച്ചോളൂ, മീൻ വെച്ചിരിക്കുന്നതും ആ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. അപ്പവും അവർ കണ്ടു. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഈശോ ഒരു വാക്ക് പറയാം അവരോട്. എന്താ പറയണത്? യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. നിങ്ങൾ എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഇവിടെ 2 തരം മത്സ്യങ്ങളുണ്ട് ഇല്ലേ? ഒന്ന് ഇവർ പിടിക്കാത്ത മത്സ്യമാണ്, ഒന്ന് അവരിപ്പം പിടിച്ച മത്സ്യം. മനസ്സിലായില്ലേ? ഇതെപ്പോഴും നമ്മൾ ഈ സൂത്രപ്പണി എപ്പോഴും നമ്മൾ ബുദ്ധിപൂർവ്വം സമീപിക്കേണ്ടതാണ്. അതായത് ഇവർ ആദ്യത്തെ ഇവിടെ സിറ്റുവേഷൻ എന്താണ്? വെളുപ്പാങ്കാലത്ത് കർത്താവ് വന്ന് നിൽക്കും. എന്തായാലും അപ്പോൾ കർത്താവാണെന്ന് മനസ്സിലാകണ മുമ്പ് കർത്താവ് പറയും, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. വല്ല രക്ഷയുണ്ടോ? ജോലി കിട്ടിയോ എന്ന് ചോദിക്കും. കല്യാണം കഴിഞ്ഞോ? കുഞ്ഞുങ്ങളായോ? അതാണ് ചോദ്യം. ദൈവം നിന്നോട് ചോദിക്കേണ്ട ചോദ്യമാണത്. ഒരു ചോദ്യം, നിനക്ക് വീട് വെച്ചോ? നിങ്ങളെന്നെ ചിലരെന്നോട് പറയും, ഇതെന്താ ഉടമ്പടി എപ്പോഴും മനുഷ്യൻ്റെ ഈ വീട് കൂടും കല്യാണമൊക്കെ IELTS OIT ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. പക്ഷേ എന്താ അത്? ദൈവത്തിൻ്റെ ഒരു ചോദ്യമാണത്. എന്താണ്? ആ വെളുപ്പാങ്കാലത്തെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റൻ്റെ ആ വെളുപ്പാങ്കാലത്ത് അരണ്ട വെളിച്ചത്തിൽ വന്ന് ദൈവം ചോദിക്കണ ചോദ്യം, നിങ്ങൾ കാറ്റക്കിസം പഠിച്ചോ എന്നല്ലല്ല ചോദിക്കണത്, സൺഡേ സ്കൂളിൽ പോയെന്നാണോ ചോദിക്കണത്? അല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ, ചോദിക്കേണ്ട വ്യത്യാസമുണ്ട്. എന്താ ചോദിക്കണത്? കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ എന്നാ ചോദിക്കണത്. ആ ചോദ്യം ആരാണ് ചോദിക്കണത്? നിൻ്റെ ദൈവം, നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം, നിനക്ക് വേണ്ടി ഉയർത്തുന്നതിൻ്റെ ദൈവം, നിൻ്റെ ഇല്ലായ്മയുടെ, നിൻ്റെ അധ്വാനത്തിൻ്റെ എല്ലാ തകർച്ചകളിലും നിൻ്റെ കണ്ണീരിൻ്റെ തീരത്തിലേക്ക് വന്ന കർത്താവ് നിന്നോട് ചോദിക്കുന്നതാണ്. എന്താണ്? കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? മകളെ ജോലി കിട്ടിയോ? മകളെ കല്യാണം നടന്നോ? മകനെ നിൻ്റെ രോഗം മാറിയോ? മകനെ വീട് വെച്ചോ? നിങ്ങളുടെ സ്ഥലം വാങ്ങിച്ചോ? അതെല്ലാം കർത്താവ് ചോദിക്കേണ്ട ചോദ്യമാണ്. നിൻ്റെ ജീവിത അവസ്ഥകളെക്കുറിച്ച് നീ തുഴഞ്ഞ് തീരത്തെത്തിയില്ലെങ്കിൽ, നീ ഒന്നും നേടിയില്ലെങ്കിൽ, നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് നിൻ്റെ കണ്ണീരിൻ്റെ തീരത്തിലേക്ക് ദൈവം വരണത്. ഈ ദൈവത്തെയാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരണത്. നിനക്ക് 45 വയസ്സായാലും കല്യാണം കഴിച്ചില്ലെങ്കിൽ കർത്താവ് നിന്നോട് ചോദിക്കുക, മോളെ കല്യാണം കഴിച്ചില്ലല്ലേ എന്ന് ചോദിക്കുക. ഇല്ല കർത്താവ് എന്ന് ചോദിക്കണം, പറയണം. അപ്പം നിനക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊരു ജീവിതം വേണമെന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ലൈഫ്. നിൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് നിനക്ക് ആശങ്ക വേണ്ട. കാര്യം എന്താണ്?
അത് കർത്താവിൻ്റെ കരുതലായിട്ട് നിൻ്റെ ജീവിതത്തിലെ ദാനമായിട്ട് ദൈവം കാത്തു വെച്ചിരിക്കുന്ന നിധിയാണ്. കൈയിടിച്ച് കർത്താവ് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് സ്നേഹത്തെ വാട്ട് ഈസ് അവർ സബ്ജക്റ്റ് മെഡിറ്റേഷൻ? എന്താ നമ്മൾ ധ്യാന വിഷയം? നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളെ കുറച്ച് കൊണ്ടുവരുവേൻ. എത്ര മത്സ്യങ്ങളുണ്ടെന്ന് അറിയാവോ? അവരടുത്ത വചനമുണ്ട് 11 വായിച്ചേ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അതായത് അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ 153 മത്സ്യങ്ങൾ എങ്ങനെ ഉണ്ടായതാണ്? കർത്താവിൻ്റെ ഗൈഡ് ലൈൻസിൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ മെറിറ്റിൻ്റെ ഭാഗമാണ്, അല്ലേ? അവർ പഠിച്ച്, ഇപ്പം നിങ്ങൾ IELTS പഠിക്കണ പോലെ അല്ലെങ്കിൽ നിങ്ങൾ PSCക്ക് പഠിക്കണ പോലെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. അപ്പം ചില ആൾക്കാർ, ക്രിസ്റ്റി ജോസഫ് എന്താ പറഞ്ഞത്? ഞാൻ ബുദ്ധിമുട്ടി, ഞാൻ പഠിച്ചു, അപ്പോൾ എനിക്ക് ദൈവത്തെ ഒരു ആവശ്യമായിട്ട് തോന്നിയില്ലെന്നല്ലേ പറയണത്? സാക്ഷ്യത്തിലുണ്ട്. ദാറ്റ് മീൻസ് ക്രിസ്റ്റി ജോസഫ് എന്താണ് സ്റ്റേറ്റ് ചെയ്യണത്? എനിക്ക് മെറിറ്റുണ്ട്, ഗ്രേസ് എനിക്ക് ആവശ്യമായിട്ട് തോന്നിയില്ലെന്നാണ് അയാൾ പറയണത്. മണ്ടത്തരങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഗ്രേസ് ആവശ്യമുണ്ട്. അല്ലെ പിന്നെ എന്തിനാണ് ഈ മീൻ ഒരെണ്ണം ചുട്ടു വെച്ചുകൊണ്ട് അവിടെ ഇരിക്കണത്? 2 മീൻ ചുട്ടു വെച്ചുകൊണ്ടിരിക്കണത് എന്തിനാണ്? ഇവർ പിടിച്ചതാണോ അത്? ഇവർ പിടിച്ചതാണോ? ഇവർ അധ്വാനിച്ചതാണോ അത്? അവനത് അവർക്ക് വേണ്ടി വെച്ച കരുതലാണ്. ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. കൈയിടിച്ച് കർത്താൻ ഞങ്ങളുടെ കഴിവിനപ്പുറത്ത് നിന്റെ ഓരോ ജീവിത വിഷയങ്ങളെ കുറിച്ച് നിന്റെ വ്യക്തിപരമായ കരുതലിന് എൻ്റെ പേര് ലില്ലിക്കുട്ടി എന്നാണ്. പാലായിക്കടുത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2019 മെയ് മാസത്തിൽ ഉടമ്പടി എടുത്തതാണ്. പത്രങ്ങൾ വായിച്ച് അങ്ങനെയാണ് ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നതും ഇവിടെ വരാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു, പ്രായമൊക്കെ ആയതുകൊണ്ട്. എങ്കിലും ഞാൻ ധൈര്യപ്പെട്ടു വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളുമാണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. ഉടമ്പടിയിൽ എനിക്ക് സ്പോണ്ടൈലോസിസ് മൂലം 10-30 വർഷമായി വേദന, പെടലിക്ക് വേദനയുണ്ടായിരുന്നു. അതുപോലെ കൈക്ക് ഭയങ്കര വേദനയാണ്. കൈകൊണ്ട് തല തോർത്താൻ പോലും സാധിക്കാത്ത ദിവസങ്ങളോളം അങ്ങനെ വെറുതെ കുളിച്ച് തല തോർത്താതെ എന്ന് പറഞ്ഞ പോലെ, അല്ല ഇടത് കൈ കൊണ്ട് തോർത്തി അങ്ങനെയായിരുന്നു. വലത് കൈക്കാണ് വേദന കൂടുതലുണ്ടായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മയുടെ തൈലമൊക്കെ പുരട്ടിയതിൻ്റെ ഫലമായിട്ട് അത് വളരെ കുറഞ്ഞു. തീരെ മാറിയിട്ടില്ല. തീരെ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എൻ്റെ 2 പെൺമക്കളുടെ കാര്യം. അവർ ഗവൺമെൻറ് ജോലിക്കാരാണ്. ഒരാൾ തമിഴ്നാട്ടിലേക്ക് പ്രൊമോഷനായി പോയി. 3 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. തിരിച്ചു കൊടുക്കുന്നതാണ് സാധാരണയായിട്ട്. പക്ഷെ 3 വർഷം കഴിഞ്ഞിട്ട് കോവിഡിൻ്റെ പശ്ചാത്തലമാണെന്നും പറഞ്ഞ് അവൾക്ക് ട്രാൻസ്ഫർ നൽകിയില്ല. പല പ്രാവശ്യം ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞിട്ടും അപേക്ഷിച്ചിട്ടും കൊടുത്തില്ല. 4.5 വർഷം കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയോട് ഇപ്പം വീടിന് തൊട്ടടുത്ത് തന്നെ 10 മിനിറ്റ് കൊണ്ട് പോയി വരാവുന്ന ദൂരത്തിൽ ജോലി കിട്ടി. അതുപോലെ മറ്റൊരു മോള് പ്രമോഷനും വേണ്ടിയിട്ടും സ്ഥലമാറ്റത്തിന് വേണ്ടിയിട്ടും വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പ്രമോഷന്
വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ തടസ്സം പറഞ്ഞ് PhD എല്ലാം കഴിഞ്ഞതാണ്, 6-7 വർഷമായതാണ്. എന്നിട്ട് ഒരു പ്രൊമോഷൻ കൊടുക്കാതിരുന്നു. പക്ഷേ ഇപ്പോൾ അരിയറോട് കൂടി എല്ലാം സാധിച്ചു വന്നു. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അരിയർ കിട്ടി, പിന്നെ പ്രൊമോഷനും കിട്ടി. ഇപ്പം വീടിനടുത്തേക്ക് അവർക്കും സ്ഥലമാറ്റം ലഭിച്ചു. അമ്മ തന്ന ഉപകാരത്തിന് വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു മോന് ചിലർ ചേർന്ന് ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ കാശുരൂപം ധരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകേണ്ടി വന്നെങ്കിലും അതെല്ലാം വളരെ നിസ്സാരമായിട്ട് അതെല്ലാം പിന്നെ തള്ളപ്പെടുകയാണ് ചെയ്തത്. അതിനും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഒരു കൊച്ചു മോന് 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ടാലൻറ്റ് ടെസ്റ്റ് ഓൾ ഇന്ത്യ ലെവലിൽ എഴുതി. അവന് കാശുരൂപം ഞാൻ കൊടുത്തു വിട്ടിരുന്നു പരീക്ഷ എഴുതുമ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. എന്നാ പഠിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു, 1ാം ക്ലാസ് ആയതുകൊണ്ട്. അവിടെ ചെന്ന് പരീക്ഷ എഴുതി. അതിന് 4th റാങ്ക് ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടി. അതായത് 99.86% മാർക്ക് അവന് ലഭിച്ചു. അതിന് കണ്ടോളൻസ് പ്രൈസും എല്ലാം ലഭിച്ചതാണ്. അപ്പോൾ അവന് എല്ലാവരോടും പറഞ്ഞു, ഇപ്പോഴും അതിൽ പിന്നെ എന്നും ആ കാശുരൂപം കഴുത്തിൽ ധരിക്കും. മറ്റുള്ളവരോടും പറയും, മാതാവിൻ്റെ രൂപം ധരിച്ചാൽ അല്ല മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും സാധിച്ചു വരും. അങ്ങനെ അവനൊരു നല്ല വിശ്വാസമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ മാതാവിൻ്റെ, എല്ലാവരോടും പറഞ്ഞ്. അതുപോലെ ഇളയ മോള് ഒരു കാർ അപകടത്തിൽപ്പെട്ടായിരുന്നു. അവളുടെ തന്നെ കാറാണ്, എൻ്റെ മോനാണ് ഓടിച്ചിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പെട്ടെന്ന് ഉറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. ഒരു വളവിൽ വന്നപ്പോഴാണ്, വളവ് കഴിഞ്ഞു തിരിഞ്ഞു, പെട്ടെന്ന് കാർ അപകടത്തിൽപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഫോൺ ചെയ്തു, 2 പേരെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു ആ അരിയിൽ നിന്നിരുന്നവരെ. എനിക്ക് വേഗം ഫോൺ വന്നു, ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു. മോള് 7 മാസം കരിങ്ങായിരുന്നു. പിന്നെ കോളേജിൽ നിന്ന് പോരുന്ന വഴിയാണ് തിരിച്ച് വീട്ടിലേക്ക്. അപ്പം അങ്ങ് ദൂരെ 2-2.5 മണിക്കൂർ യാത്ര ചെയ്താണ് പോകുന്നത്. അപ്പം ഞാൻ പ്രത്യേകം മാതാവിനോട് അപേക്ഷിച്ചു, കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലേ, മോൾക്കും ഒന്നും സംഭവിക്കില്ലേ, ആർക്കും ഒന്നും സംഭവിക്കില്ലേ. അപകടത്തിൽപ്പെട്ട 2 ആളുകൾ റോഡരിയിൽ പണിതുകൊണ്ട് നിന്നവരാണ്, അവർക്കും ഒന്നും സംഭവിക്കില്ലേ, അവരുടെ കാര്യമൊക്കെ സീരിയസ് ആണെന്നൊക്കെയാണ് ആദ്യം കേട്ടത്. പക്ഷേ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്കും ഒന്നും സംഭവിച്ചില്ല, അധികമായൊന്നും. ചെറുതായിട്ടൊക്കെ സംഭവിച്ചു. കുറച്ച് നാൾ ആശുപത്രി കിടന്നുള്ളൂ. ഞങ്ങൾ അതിന് നഷ്ടപരിഹാരമൊക്കെ കൊടുത്തു. മോൾക്ക് അന്ന് തന്നെ പോയി ടെസ്റ്റ് ചെയ്തു, കരിയിങ് ആയിരുന്നുകൊണ്ട് മോൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരു പോറൽ പോലും മാതാവിനോട് എന്നും പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഞാനും പ്രാർത്ഥിക്കും ഇവർ യാത്ര പോകുമ്പോൾ. ഒരു പോറൽ പോലും മോനും ഒന്നും സംഭവിച്ചില്ല, പേടിച്ചു പോയെന്ന് മാത്രം. അങ്ങനെ ദൈവം തന്ന എല്ലാ ഉപകാരങ്ങളും ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതിനെല്ലാം നന്ദി ദൈവത്തിനും ദൈവകുമാരനും നന്ദി പറയുന്നു. കുമ്പളങ്ങിൽ നിന്ന് വരുന്നു, സെൻറ്റ് പീറ്റേഴ്സ് ഇടവക കുമ്പളങ്ങി. എൻ്റെ അമ്മ സ്ട്രോക്ക് വന്നിട്ട് 1 വർഷമായി തീരെ കിടപ്പിലായിരുന്നു. അപ്പോൾ 2 പേര് പിടിച്ച് കൊണ്ടുപോയാലേ ബാത്റൂമിൽ മറ്റുള്ള കാര്യങ്ങളും നടക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനിവിടെ വന്ന ഉടമ്പടിയിൽ എൻ്റെ അമ്മയുടെ കാര്യം മാതാവിനോട് പറയുകയും ഉടമ്പടിയിൽ വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് എണ്ണയും തിരിയും മറ്റെല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിക്കാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അമ്മ 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മ ആരും പിടിക്കാതെ സ്വയം അമ്മയുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ബാത്റൂമിൽ പോവുകയും കുളിക്കുകയും അമ്മ സ്വന്തമായി എല്ലാ കാര്യങ്ങളും അമ്മ ആരുടെ സഹായമില്ലാതെ ഇപ്പോൾ എൻ്റെ അമ്മ എഴുന്നേറ്റ് നടന്ന് ചെറിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും കുളിക്കുകയും എല്ലാം ചെയ്യുന്നു. രണ്ടാമതായി എൻ്റെ മകൻ MBA കഴിഞ്ഞിട്ട് നല്ല ഒരു ജോലിയില്ലായിരുന്നു. 5 വർഷമായി അവന് ശമ്പളമില്ലാത്ത ഒരു ജോലിയിൽ എൻ്റെ മകൻ തുടരുകയായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് 2 പുതുക്കിയിട്ടും അച്ഛനെ കാണാൻ 1 പ്രാവശ്യം പുതുക്കി അച്ഛനെ കണ്ടു. അപ്പം അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശമ്പളമില്ലാതെ നിന്ന് ശമ്പളം കൂട്ടുന്ന അവസ്ഥയിൽ കൊറോണ വരികയും അവൻ ഭയങ്കര ടെൻഷൻ അടിക്കുകയും വീട്ടിൽ നിന്ന് ഭയങ്കര പ്രയാസം, ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല അങ്ങനെ പറഞ്ഞ് MBA പഠിച്ച മകൻ 5 വർഷം സാലറി കുറവായി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിൽക്കുമ്പോൾ ഞാനിവിടെ വന്ന് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് അവൻ പോകുമ്പോൾ അവൻ്റെ ബാഗിൽ മാതാവിൻ്റെ ലോക്കറ്റും പേപ്പറും വെച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ
ഇപ്പോൾ ഡിസംബർ 10 ഞാൻ പറഞ്ഞു, മാതാവേ ഡിസംബർ 30 മുമ്പ് എൻ്റെ മകന് സാലറിയുള്ള നല്ലൊരു ജോലി ഇവിടുന്ന് മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഡിസംബർ 8 എൻ്റെ മകന് ടെക്നോ പാർക്കിൽ നല്ലൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും 12 അവനെ വീണ്ടും 500 കുട്ടികൾ പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ മകൻ 4 പേരിൽ ഒരുത്തനായി തിരഞ്ഞെടുക്കുകയും ജനുവരി 1 എൻ്റെ മകൻ നല്ല സാലറിയോടുകൂടി അവിടെ ജോലിക്ക് പ്രവേശിക്കുകയുമാണ്. മാതാവ് വഴിയായി എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി. എൻ്റെ ഈ MBA പഠിച്ച മകൻ ഈ സാലറി കുറഞ്ഞ കമ്പനിയിൽ ജോലിയെടുത്ത് രാത്രി നൈറ്റ് 7 മണിക്ക് വരുമ്പോൾ ഒരു ഡ്യൂക്കിലാണ് വരുന്നത്. ഒരു വണ്ടി ആക്സിഡൻറ്റിൽ എൻ്റെ മകൻ റൈറ്റ് സൈഡിൽ വിടാതെ ഇടത് സൈഡിലേക്ക് വീഴുകയും മാതാവിൻ്റെ പത്രവും ലോക്കറ്റും ബാഗിലുണ്ടായിരുന്നു. എൻ്റെ മകനൊരു പോറൽ പോലും വീഴാതെ എല്ലാവരും വന്ന് എൻ്റെ മകൻ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് എല്ലാ ബസ്സുകളും നിർത്തി ഒന്ന് വെള്ളം തെളിച്ച് എൻ്റെ മകൻ്റെ ബോധം പോയി. പക്ഷേ എൻ്റെ മകന് ഒരു പോറൽ പോലും വീഴാതെ, പാൻറ്റ് കീറി, വേറെ ഒന്നും എൻ്റെ വണ്ടിക്കും 1 ലക്ഷം രൂപയുടെ വണ്ടിയാണ്, ഒരു പോറൽ പോലും സംഭവിച്ചില്ല. എൻ്റെ മകന് ഒരു പാൻറ്റ് കീറിയതല്ലാതെ ഒന്നും സംഭവിച്ചു. എൻ്റെ മാതാവ് ആ അപകടത്തിൽ നിന്ന് ഇടത് സൈഡിലേക്ക് വീണ എൻ്റെ മകനെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. ഇന്ന് ആ മകൻ ജനുവരി 1 MBA പാസ്സായ മകൻ നല്ല സാലറിയോട് ജോലിക്ക് കയറുകയാണ്. 3-മതായി എനിക്ക് ഒരു തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ അമൃത ഹോസ്പിറ്റലിൽ ഒരു പൈസയും ഇല്ലായിരുന്ന അവസ്ഥയിൽ 1.5 ലക്ഷം രൂപ ഒരു ഓപ്പറേഷൻ, കാലും വെരിക്കോസ് പൊട്ടി തൈറോയിഡും ചെയ്തു. പക്ഷേ എനിക്ക് 5000 രൂപ മാത്രമേ ആ ഹോസ്പിറ്റലിലായുള്ളൂ. എൻ്റെ മകൻ്റെ ESIയിൽ അതും എൻ്റെ മാതാവ് ഈ 1.5 ലക്ഷം രൂപ എനിക്ക് ഈസിയായി ഈ ഓപ്പറേഷൻ ചെയ്തു. അതുപോലെ തന്നെ ബയോപ്സി ടെസ്റ്റിൽ തൈറോയ്ഡ് ക്യാൻസർ ആകാൻ വഴിയുണ്ടെന്ന് അമൃത ഡോക്ടർ പറഞ്ഞു. ബയോപ്സി റിസൾട്ടിൽ എനിക്ക് ക്യാൻസർ ഇല്ലായിരുന്നു. നല്ല റിസൾട്ട് വന്ന് മാതാവിനെ രക്ഷിച്ചു. ഇനി മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനി MBA കഴിഞ്ഞ 9 വർഷമായി MBA കഴിഞ്ഞ് നിൽക്കുന്ന എൻ്റെ മകൾക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾ PSC ബാങ്ക് ടെസ്റ്റുകളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിന് മാതാവ് അച്ഛനോട് ഒന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നു, മാതാവ് ഈ മകളെയും അനുഗ്രഹിക്കുമെന്ന്